അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സത്യവിശ്വാസികളുടെ ഹൃദയത്തിൽ കുളിര് കോരുന്ന രൂപത്തിൽ പരിശുദ്ധമായിരിക്കുന്ന മുഹറം മാസം സമാഗതമാകുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മുഹറമാണ് അവൻ്റെ പുതുവത്സരം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ യുദ്ധം ഹറാമാക്കപ്പെട്ട പുണ്യകരമായ 4 മാസത്തിൽ ആദ്യത്തെ മാസമായി എണ്ണിയ മുഹറം, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഷഹ്റുല്ലാഹി, അള്ളാഹുവിൻ്റെ മാസം എന്ന് പ്രത്യേകമായി എടുത്തുദ്ധരിച്ച് ഹദീസിലൂടെ പറഞ്ഞ് പരിചയപ്പെടുത്തിയ ഒരുപാട് പുണ്യങ്ങൾ നിറഞ്ഞ മുഹറം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, അഫ്ളലു സുയാമി ബഅദ റമളാന ഷഹ്റുല്ലാഹിൽ മുഹറം. റമളാൻ മാസം കഴിഞ്ഞാൽ നോമ്പനുഷ്ഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ ശ്രേഷ്ഠമായ മാസം അള്ളാഹുവിൻ്റെ മാസമായ മുഹറം. ഈ അള്ളാഹുവിൻ്റെ എന്ന പ്രത്യേകമായ ചേർക്കൽ മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ, ഹദീസ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് ഇലാഫത്തു തശ്രീഫിൻ വ തക്രീം, ഒരു ബഹുമാനിക്കുന്നതിൻ്റെയും അതുപോലെ തന്നെ ആദരവിൻ്റെയൊക്കെ ഇലാഫത്താണ്. അതായത് മുഹറം എന്ന മാസത്തിലേക്ക് അള്ളാഹുവിനെ ചേർത്തു പറഞ്ഞത് ആ മാസത്തിനെ ബഹുമാനിക്കാനും അതിൻ്റെ ശ്രേഷ്ഠത സൂചിപ്പിക്കാനും വേണ്ടിയാണ്. അത്രമേൽ പുണ്യമുള്ള മാസമാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. ഈ മാസം സമാഗതമാകുമ്പോൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത്, ആദ്യത്തെ 10 ദിവസങ്ങൾ നോമ്പനുഷ്ഠിക്കൽ ശക്തിയായ സുന്നത്തുണ്ട്. മുൻകാലങ്ങളിൽ സലഫു സാലിഹീങ്ങളൊക്കെ അത്തരത്തിൽ ചെയ്യുമായിരുന്നു. ഇനി അതിനൊന്നും കഴിയാത്ത ആളുകൾ മുഹറം 9, 10 ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കണം. ഇനി 9 കഴിയില്ലെങ്കിൽ 10 ചേർത്ത് 11 നോമ്പനുഷ്ഠിക്കുക. ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് മുഹറം 10 ആണെങ്കിലും ലഇൻ ബഖീതു ഇലാ ഖാബിലിൻ ലഅസൂമന്ന താസിഅ, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ 9 കൂടി ഞാൻ നോമ്പനുഷ്ഠിക്കും, യഹൂദികളോട് എതിരാകാൻ വേണ്ടിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണർത്തിയ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് 9 നോമ്പനുഷ്ഠിക്കണം എന്ന് പറയുന്നത്. അതിനെ വിശദീകരിച്ചുകൊണ്ട് ഹദീസ് പണ്ഡിതന്മാർ പറയുന്നു, 9 കഴിയാത്ത ആള് 10 ചേർത്ത് 11 നോമ്പനുഷ്ഠിക്കൽ സുന്നത്തുണ്ട്. ഇനി ഇതിനൊന്നും കഴിയാത്ത ആള് 10 നോമ്പ് എന്തായാലും ഒഴിവാക്കാതിരിക്കുക. ആശൂറ നോമ്പ് എന്ന് പറഞ്ഞാൽ വളരെ അധികം പുണ്യമുള്ളതാണ്. അതിൻ്റെ ശ്രേഷ്ഠതകൾ ഇൻഷാ അല്ലാഹ് പിന്നീട് വിശദീകരിക്കാം. ഏതായിരുന്നാലും വളരെ ശ്രേഷ്ഠമായ ഒരു മാസമാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. മഹാനായിരിക്കുന്ന ഇബ്നു റജബുൽ ഹംബലി തങ്ങൾ തൻ്റെ ലത്വായിഫുൽ മആരിഫിൽ പറയുന്നത് കാണാം, പുതുവത്സര ദിനത്തിൽ അതിൻ്റെ രാത്രിയിലൊക്കെ ഒരു മനുഷ്യൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണെങ്കിൽ, തൗബ ചെയ്യുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ സ്വീകരിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. ആ ഒരു വർഷത്തെ ചെറുതും വലുതുമായ ദോഷങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാകും. അതുകൊണ്ട് ഇത്തരം അവസരങ്ങൾ വിശ്വാസികൾ ഉപയോഗപ്പെടുത്തണമെന്ന് എന്നോടും നിങ്ങളോടും സ്നേഹത്തോടെ ഉണർത്തിക്കൊണ്ട് വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.